ഹലോ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എക്സാമിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കാറ്റഗറി നമ്പർ 125/2024 കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാൻ വന്നിരിക്കുന്നത് ഇന്ന് മുതൽ നെക്സ്റ്റ് മന്ത് 11th വരെയാണ്. ഇനിയും എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് 28th ജൂലൈ ആണ്. ഇനിയും കേരള ഫെഡിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ കാറ്റഗറി നമ്പർ 242/2024 കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാൻ വന്നിരിക്കുന്നത് ഇന്ന് മുതൽ നെക്സ്റ്റ് മന്ത് 11th ആണ്. അപ്പോൾ ഈ രണ്ട് തസ്തികളുടെയും എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ജൂലൈ മാസം 28th ആണ്. ഇപ്പോൾ രണ്ട് തസ്തികൾക്കും കൂടെ സിംഗിൾ എക്സാം ആയിരിക്കും, ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഇപ്പോൾ രണ്ട് എക്സാംസും അപ്ലൈ ചെയ്തവർക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുള്ളത്, ജൂലൈ എൻഡിലേക്കാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ചില എക്സാംസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ഫസ്റ്റ് വീക്കിൽ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു 3 weeks കിട്ടുന്നുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഇനി നമുക്ക് 90 days ഉണ്ട്. കൃത്യമായിട്ടൊരു ഗൈഡൻസും നല്ലൊരു സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം. സാലറി സ്കെയിൽ കൊണ്ടും ജോബ് പ്രൊഫൈൽ കൊണ്ടും വളരെ അട്രാക്റ്റീവാണ്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാത്തവർ, അല്ലെങ്കിൽ കുറേ അധികം ടെക്നിക്കൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിന് തയ്യാറെടുത്തിട്ട് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ വരുത്താത്തവർക്ക് വേണ്ടി നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ വെബിനാറിൽ നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്സ് നിങ്ങൾക്ക് വേണ്ടി 85 days ഒരു സ്റ്റഡി പ്ലാൻ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സിലബസിലെ സബ്ജക്റ്റുകൾ ഏതൊക്കെ ഒരു ഓർഡറിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എത്രത്തോളം ഡെപ്തിൽ നിങ്ങൾ പോകണം, PSC പുതിയ പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പരിശീലിക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ദൂരീകരിച്ച് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ആ വെബിനാർ നിങ്ങൾക്ക് വളരെ ഹെൽപ്പാവും. ഇപ്പോൾ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിച്ചോട്ടെ, ഏണസ്റ്റ് അക്കാഡമി ഈ രണ്ട് കോഴ്സുകളെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു ലോങ് ടൈം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബാച്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് സ്റ്റുഡൻസ് മുന്നോട്ട് പോവുകയാണ്. ഒപ്പം കുറേ അധികം ഉദ്യോഗാർത്ഥികളുടെ ഒരു റിക്വസ്റ്റിനെ മാനിച്ച് നമ്മൾ 85 days ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ക്രാഷ് കോഴ്സിൽ നമ്മൾ സിലബസിലെ സബ്ജക്റ്റുകളെല്ലാം കവർ ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും, അതായത് 2023-24 കാലഘട്ടത്തിൽ കുറേ അധികം കമ്പ്യൂട്ടർ സയൻസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് PSC കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലേക്കുള്ള പ്രോഗ്രാമർ എക്സാംസ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അണ്ടിൽ പ്രവർത്തിക്കുന്ന ടെക്നിക് കോളേജുകളിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ എക്സാംസുകൾ, അതേപോലെ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാംസ്, ITI കോളേജുകളിലെ ട്രേഡ്സ്മാൻ തസ്തികകളുടെയും ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികളുടെ എക്സാംസ്. ഇപ്പോൾ ഈ കോഴ്സുകളെല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. വലിയ വിജയങ്ങളൊക്കെയാണ് നമുക്കവിടെ നേടാൻ സാധിച്ചത്. പ്രോഗ്രാമറിൻ്റെ ലിസ്റ്റുകളിൽ 130ഓളം സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമിയുടെ ആയിരുന്നു. റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെയും അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു ശതമാനം സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമിയുടെ ആയിരുന്നു. ഒപ്പം തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പ് ഇടങ്ങളിലൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് സ്ഥാനം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ആദ്യ 10 റാങ്കുകൾ 9 റാങ്കുകൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ ഈ ലിസ്റ്റുകളിലൊക്കെ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച സമയത്ത് വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ ടോപ്പ് റാങ്കുകളൊക്കെ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേടാൻ സാധിച്ചത് നമ്മളെ വിശ്വസിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ്, ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകി വരുന്ന നമ്മുടെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സിൻ്റെയും കൂട്ടായിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും ഇങ്ങനെയുള്ള വിജയങ്ങൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും റെഡിയാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകാൻ. നിങ്ങൾ പഠിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡോടെ മാത്രം കോഴ്സ് തിരഞ്ഞെടുത്താൽ മതിയാവും. നമുക്ക് ഇനിയും സമയമുണ്ട്. 85 days ഫോക്കസ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡെഡിക്കേറ്റഡ് ബാച്ചാണ്. അപ്പോൾ ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തുക, ഈ എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യുക. കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഒപ്പം വെബിനാറിനും കോഴ്സിനും ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.